നമസ്തേ, ധന്വന്തരൻ വേദനിടുകയാണ്. നെല്ലിക്കുഴിയിൽ വരുന്ന പേഷ്യൻസിൽ നല്ലൊരു ശതമാനം, പ്രത്യേകിച്ചും എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ നിന്ന് വരുന്ന പേഷ്യൻസിൽ നല്ലൊരു ശതമാനവും അലർജി, ശ്വാസമുട്ടൽ സംബന്ധമായ രോഗികളാണ്. പിന്നെ വരുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത് ഡിസ്ക് ബഡ്ജിങ് കേസുകളാണ്. അതിന് 21 വയസ്സുള്ള കുട്ടികൾ വരെയും അതിനകത്ത് വന്ന് പെട്ടു എന്നുള്ളതാണ്. 14 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ഒരു 90% ഇവരുടെ വേദനയും മരവിപ്പും തരിപ്പും പ്രശ്നങ്ങളും എല്ലാം കുറഞ്ഞാലും ഞാൻ എപ്പോഴും അവരോട് പറയാറുണ്ട്, ഒരു 2-3 വർഷം നിങ്ങൾ ശ്രദ്ധിക്കണം. അമിതമായി വെയിറ്റ് എടുക്കുകയോ ഓട്ടോറിക്ഷയിൽ കയറുകയോ അതുപോലെ തന്നെ ടൂ വീലർ സഞ്ചരിക്കുന്നതൊക്കെ ഒഴിവാക്കി വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും 2-3 റൗണ്ട് ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ അവർ ബെറ്റർ ആവുക തന്നെ ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്ക് എല്ലാവരിലും തന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു 99% ആൾക്കാർക്കും അതിൻ്റെ ഒരു ഫലശ്രുതി വരുന്നത് നല്ല പ്രത്യാചരണത്തിലൂടെ മുന്നോട്ട് പോയാൽ, വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ഒരു സർജറിയും ഇല്ലാതെ തന്നെ നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നത്, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ധന്വന്തരം ആവർത്തിച്ച കുഴമ്പും ആട്ടിൻ സൂപ്പ് കുഴമ്പുമാണ്. പിന്നെ കടിവസ്തു പോലുള്ള കാര്യങ്ങളിൽ മഹാനാരായണ തൈലവും സഹചരാതി തൈലവുമാണ് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും കഷായങ്ങളിൽ തന്നെ രാജനീരണ്ടാദിയും മഹാരാജനാദി കഷായങ്ങളും നല്ല ഫലശ്രുതി വരുത്തുക തന്നെ ചെയ്യും. ചില കേസുകളിൽ നീർക്കെട്ടുണ്ടെങ്കിൽ മാത്രം പുനർനവാതി കഷായത്തിൽ പച്ച തഴുതാമ ചേർത്ത് പുനർനവാതി കഷായം വെച്ച് കൊടുത്താൽ വലിയ ഫലശ്രുതി കാണുകയും ചെയ്യുന്നുണ്ട്. ആയുർവേദം ഒരു മഹത്തായ ശാസ്ത്രം തന്നെയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ ആയുർവേദത്തിൻ്റെ ഫലശ്രുതി വളരെ വലുതാണ്. നന്ദി, നമസ്തേ. ധന്വന്തരൻ വേദനിക്കുകയാണ്.